ആലപ്പുഴ അർത്തുങ്കൽ തീരത്ത് അജ്ഞാത മൃതദേഹം. തീപിടിച്ച കപ്പലിലെ ജീവനക്കാരനാണോ പുതുവൈപ്പിൽ നിന്ന് കാണാതായ യമൻ വിദ്യാർത്ഥിയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഇത് എത്ര സമയം പഴക്കമുള്ള മൃതദേഹമാണെന്ന് അടക്കമുള്ള പരിശോധനകളിലേക്ക് കടക്കുകയാണോ ആദ്യ പടി? എന്താണ് വിവരം? അപർണ, ഇന്ന് രാവിലെയാണ് മത്സ്യത്തൊഴിലാളികൾ അർത്തുങ്കൽ കടപ്പുറത്ത് ഇത്തരത്തിലൊരു വ്യക്തിയുടെ മൃതദേഹം അടിഞ്ഞതായി കണ്ടെത്തിയത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ വിദേശ പൗരനാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡും ഒപ്പം തന്നെ അർത്തുങ്കൽ പോലീസും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും സംശയിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അഗ്നിബാധയ്ക്കിരയായ കപ്പലിൽ നിന്നുള്ള ജീവനക്കാരാണോ ഇവരെന്നുള്ള സംശയമുണ്ട്. കാരണം 22 ജീവനക്കാരിൽ 18 പേരെ മാത്രമാണ് രക്ഷപ്പെടുത്താനായിരുന്നത്. ബാക്കിയുള്ളവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇവരിൽ ആരുടെയെങ്കിലും മൃതദേഹമാണോ കരക്കടിഞ്ഞതെന്നുള്ള സംശയമുണ്ട്. കാരണം ജീർണിച്ച അവസ്ഥയിലാണ് മൃതദേഹം ഉള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് പരിശോധനകൾ, DNA അടക്കമുള്ള ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ആരാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അതേസമയം തന്നെ പുതുവൈപ്പിൽ നിന്നും കാണാതായ 2 യമൻ പൗരന്മാർ, യമൻ വിദ്യാർത്ഥികളായിട്ടുള്ള 2 പേരെ പുതുവൈപ്പിൽ തിരയിൽപ്പെട്ട് കാണാതായിട്ടുണ്ട്. ഇവരുടെ ശരീരമാണോ എന്നുള്ള സംശയവുമുണ്ട്. എന്തായാലും ഒരു കൺഫർമേഷനിലേക്ക് എത്താനായി കഴിഞ്ഞിട്ടില്ല. അതിന് കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനകൾ ആവശ്യമുണ്ട്. അപർണ. റൈറ്റ്, ശരണ്യ വിവരങ്ങൾ നൽകിയത്.